പാർലമെന്റിലും നിയമസഭകളിലും 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്താനുള്ള 131ാമത് ഭരണഘടനാ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇന്നും നാളെയുമായി പാർലമെന്റ് പ്രത്യേക സെഷനായിട്ടാണ് ഈ യോഗം ചേരുന്നത്. ഇപ്പോൾ ഈ ബില്ലിനെതിരെ പ്രതിപക്ഷങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു, പല ആക്ടിവിസ്റ്റുകളും രംഗത്ത് വന്നിരിക്കുന്നു. അവർ പറയുന്നത് തങ്ങൾ സ്ത്രീ സംവരണത്തിന് എതിരല്ല, എന്നാൽ തെക്കൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയും എന്ന ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ എന്നൊരു വാദമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ എന്നാൽ വ്യക്തമാക്കുന്നത് നിലവിലുള്ള അനുപാതം തുടരും, നിലവിലുള്ള അനുപാതത്തിൽ യാതൊരു വ്യത്യാസവും വരുത്തില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഈ ഒരു ഭേദഗതി ബിൽ ഇതിനകത്ത് 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നമ്മുടെ ഭരണഘടനയുടെ 82ാം വകുപ്പ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഓരോ സെൻസസ് കഴിയുന്ന സമയത്തും ജനങ്ങളുടെ പ്രാതിനിധ്യത്തിനനുസരിച്ച് പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം അത് ക്രമീകരിക്കണം എന്നുള്ളതാണ്. അതായത് അന്നുണ്ടായിരുന്നത് 1971 ഉണ്ടായിരുന്നത് 10 ലക്ഷം ജനങ്ങൾക്ക് ഒരു പാർലമെന്റ് മെമ്പർ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമുക്കത് കാണാൻ കഴിയും. നേരത്തെ ജനസംഖ്യാ നിയന്ത്രണ പരിപാടികളൊക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ജനസംഖ്യ വളർച്ച, ഡെമോഗ്രാഫിക് ചേഞ്ച് ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയിലാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കേരളത്തിൽ ഏതാണ്ട് 3.5 കോടി ജനങ്ങളുണ്ട്. നമുക്ക് 20 പാർലമെന്റ് മെമ്പർമാരുണ്ടെങ്കിൽ ഏതാണ്ട് 25 കോടിയിലധികം ജനങ്ങളുള്ള ഉത്തർപ്രദേശിൽ 80 പാർലമെന്റ് മെമ്പർമാർ മാത്രമാണുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് പാർലമെന്റ് മെമ്പർമാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രാതിനിധ്യത്തിനകത്ത് വ്യത്യാസം വരുന്നുവെന്ന് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയൊരു രീതിയിലേക്ക് തിരിച്ചു പോക്കാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തം. നമ്മുടെ ഭരണഘടന രൂപീകരിച്ചത് മുതൽ 82ാം കോൺസ്റ്റിറ്റ്യൂഷന്റെ വകുപ്പിനനുസരിച്ച് എല്ലാ 10 വർഷം കഴിയുന്ന സമയത്തും ഡീലിമിറ്റേഷൻ നടത്തിയിരുന്നു എന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാണ്. 1982 നടത്തിയിരുന്നു, 63 നടത്തിയിരുന്നു, 73 നടത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് 42ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് 1971 അടിസ്ഥാനത്തിൽ നടത്തിയാൽ മതി. അതിനുശേഷമുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഫ്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ആ ഫ്രീസിങ് മാറ്റിയിട്ട് വീണ്ടും നമ്മൾ 82ാം വകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള പാർലമെന്റ് അംഗങ്ങളുടെയും നിയമസഭാ അംഗങ്ങളുടെയൊക്കെ ക്രമീകരണം നടത്താനാണ് കേന്ദ്ര സർക്കാർ ഈ ബില്ലിലൂടെ ഭേദഗതി കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ 389 അംഗങ്ങളാണ് ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. അന്ന് 15 അംഗങ്ങൾ മാത്രമാണ് സ്ത്രീകളായിട്ടുണ്ടായിരുന്നത്. ആ ഭരണഘടനാ അസംബ്ലി പോലും അന്ന് സ്ത്രീ സംവരണം ആവശ്യപ്പെട്ടിരുന്നില്ല. അല്ലെങ്കിൽ ഭരണഘടനാ അസംബ്ലി അങ്ങനെ ഒരു ഇന്ത്യയിൽ സ്ത്രീ സംവരണം നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിരുന്നു. ലോകത്ത് പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട്. പാർലമെൻറ്റിലകത്തും അതുപോലെയുള്ള ഭരണഘടനാ പദവികളിലും പാർലമെൻറ്റിലൊക്കെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം പല സ്റ്റേറ്റുകളിലുണ്ട്. അത് ഏതാണ്ട് 28% വരും ആഗോളതലത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മുടെ നാട്ടിൽ അന്ന് പറഞ്ഞിരുന്നു, കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന പട്ടാഭി സീതാരാമയ്യെ പോലുള്ള ആളുകൾ പറഞ്ഞത്, നമുക്കൊരു ജെന്റിൽമാൻ അഗ്രിമെൻ്റാണ് വേണ്ടത്. അപ്പോൾ ഒരു ഭരണഘടനാ പരമായ ചട്ടക്കൂടിലല്ലാതെ തന്നെ എല്ലാ പാർട്ടികളും സ്ത്രീകളെ സ്ഥാനാർത്ഥികളായി നിർത്തുകയും സ്ത്രീകളെ MP-മാരായിട്ട് കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് വേണ്ടത്. പക്ഷേ 1990കളിൽ BJP നേതാവ് സുഷമ സ്വരാജ് അവർ പാർലമെൻറ്റിൽ ഒരു കണക്കെടുത്ത് പറഞ്ഞു, വളരെയധികം ശതമാനം കുറവാണ് പാർലമെൻറ്റ് അംഗങ്ങളുടെ, സ്ത്രീകളായിട്ടുള്ള ആളുകളുടെ എണ്ണം കുറവാണ് എന്നുള്ളൊരു കാര്യം അവർ വീണ്ടും രാജ്യത്തെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ജെന്റിൽമാൻ അഗ്രിമെന്റ് നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് സത്യം. നേരത്തെ നമുക്കറിയാം, പാർലമെന്റിൽ പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് സംവരണം അനുവദിച്ചത്, സ്ത്രീകൾക്ക് സംവരണം അനുവദിച്ചിരുന്നില്ല. പിന്നീടാണ് സ്ത്രീകൾക്കും സംവരണം കൊണ്ടുവരണം എന്നുള്ളൊരു നിലപാട് വന്നത്. 1996 അങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ കൊണ്ടുവന്നു. പക്ഷേ ഈ ബില്ല് പലതവണ അത് പരാജയപ്പെടുകയാണ് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ അത് നടപ്പിലായില്ല എന്നുള്ളതാണ്. 3-4 തവണയാണ് ബില്ലുകൾ പല ഗവൺമെൻറ്, ആദ്യം ദേവഗൗഡയുള്ള സമയത്താണ് കൊണ്ടുവന്നത്, പല ഗവൺമെൻറ്റുള്ള സമയത്തും ഈ ബില്ലുകൾ കൊണ്ടുവന്നെങ്കിലും അതിനകത്ത് ജാതി സംവരണം മറ്റ് പല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, അതേപോലെ തന്നെ ഒവൈസിയെ പോലത്തെ ഓൾ ഇന്ത്യ ഇത്തിഹാദുൽ മുജാഹിദീൻ നേതാവ് ഒവൈസിയെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ എതിർത്തു. പാർലമെൻറ്റിനകത്തും പല പ്രതിപക്ഷങ്ങളും ഒക്കെ എതിർത്തിരുന്നു, പല കാരണങ്ങൾ പറഞ്ഞാണ്. കാരണം ആരും
ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ സ്ത്രീ സംവരണത്തെ അല്ല ഞങ്ങൾ എതിർക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രതിപക്ഷവും പാർലമെന്റിൽ ഇതിനെ ശക്തിയുക്തം എതിർക്കുകയാണ്. ഇന്നവർ പറയുന്ന കാരണം എന്താണ്? ഇന്ന് പറയുന്ന കാരണം തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ള പ്രാതിനിധ്യം കുറയുമെന്നാണ് പറയുന്നത്. അന്ന് പറഞ്ഞിരുന്നത് സ്ത്രീ സംവരണത്തിനകത്ത് തന്നെ ജാതി സംവരണത്തിൽ കൃത്യമായ വ്യവസ്ഥയില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവകാശവാദങ്ങളാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ വിമർശനങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്ത് തന്നെയായാലും അത് നടന്നില്ല. 2023 പിന്നീട് BJP സർക്കാർ സ്ത്രീ സംവരണം ബില്ല് കൊണ്ടുവന്നത്. അന്നുണ്ടായിരുന്ന വ്യവസ്ഥ 2026 സെൻസസിന് ശേഷം മതി എന്നുള്ളതായിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിനകത്തൊരു പുനരാലോചന കൊണ്ടുവന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ നമുക്കറിയാം 1971 അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം, ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് എന്നുള്ളൊരു തീരുമാനമാണ് വന്നിരുന്നത്, അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയാണ് വന്നിരുന്നത്. ആ ഭരണഘടനാ ഭേദഗതിയെ പിന്നീട് 84 ഭരണഘടനാ ഭേദഗതിയിലൂടെ അതിനെ ശരിവെക്കുകയാണ് ചെയ്തിരുന്നത്. 2001 അതിനെ ശരിവെച്ചത്. അപ്പം അതിൻ്റെ അർത്ഥം 1971 അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ഇന്ത്യയുടെ ലോക്സഭയിലെയും പാർലമെൻറ്റിലേക്ക് അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കാൻ കഴിയൂ എന്നുള്ളതായിരുന്നു. അതേസമയത്ത് 2001 ഒരു മാനദണ്ഡമാക്കി എടുത്തത് അത് നിയമസഭയുടെ പരിധികൾ നിശ്ചയിക്കുന്നതിനായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ 140 അംഗ സഭയാണുള്ളത്. പക്ഷേ 140 അംഗങ്ങളുടെ സഭയിലെ മണ്ഡലങ്ങളെ 2001 ജനസംഖ്യക്കനുസരിച്ച് മാറ്റാമെന്നൊരു നിയമം കൊണ്ടുവന്നു. എന്നാൽ എത്ര അംഗങ്ങൾ വേണമെന്നുള്ളത് 1971 ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തിയാകണം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണത്തിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. 82 വകുപ്പിന് വിരുദ്ധമായ രീതിയിലുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ, അതായത് 42 ഭരണഘടനാ ഭേദഗതിയുടെയും തുടർന്ന് അതിനെ ശരിവെച്ച് 2001 കൊണ്ടുവന്ന 82 ഭരണഘടനാ ഭേദഗതിയുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ പാർലമെൻറ്റ് അംഗങ്ങളുടെ, നിയമസഭാ അംഗങ്ങളുടെ എണ്ണത്തിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. പകരം മണ്ഡലം പുനർനിർണയം നടത്തുമ്പോൾ 2001 അടിസ്ഥാനപ്പെടുത്തിയെടുക്കണം. അങ്ങനെയാണ് കേരളത്തിൽ മുസ്ലിം ലീഗിനൊക്കെ സ്വാധീനമുള്ള മലപ്പുറത്ത്, കാരണം മലപ്പുറത്ത് മുസ്ലിങ്ങളൊക്കെ തന്നെ ജനസംഖ്യാ നിയന്ത്രണത്തിൽ അങ്ങനെ ഒരു കൃത്യത പാലിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ഡെമോഗ്രാഫിക് ഇംബാലൻസ് ഉണ്ടായി. പക്ഷേ കേരളത്തിലെ 140 നിയമസഭാ അംഗങ്ങളുടെ എണ്ണം അത് 140 തന്നെ നിജപ്പെടുത്തുന്ന സമയത്തും മലപ്പുറം ജില്ലയിലെ എണ്ണം 12 നിന്ന് 16 MLA-മാരുടെ എണ്ണം 12 നിന്ന് 16 ഉയരുകയാണ്. കാരണം അത് 2001 ജനസംഖ്യയാണ് എടുത്തത്. നിയമസഭാ സീറ്റുകളുടെ എണ്ണം നോക്കാൻ 1971 എടുക്കുന്നു, ജനസംഖ്യ എടുക്കുന്നു. അതേസമയത്ത് 2001 ജനസംഖ്യ പ്രകാരം നിയമസഭാ മണ്ഡലങ്ങളുടെ പരിധി നിർണ്ണയിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ 140 തന്നെ തുടരുകയും അതേസമയത്ത് അതിൻ്റെ പരിധികൾ മാറ്റുകയും ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ 12 സീറ്റ് എന്നുള്ളത് 16 ഉയർന്നു. അതായത് നമുക്കറിയാം ഏറനാട്, തവനൂർ, വള്ളിക്കുന്ന്, കോട്ടക്കൽ, അങ്ങനെ പുതിയ മണ്ഡലങ്ങൾ വന്നു. എന്നാൽ പത്തനംതിട്ട ജില്ലയിലാണെങ്കിലും ആലപ്പുഴ ജില്ലയിലാണെങ്കിലും അതുപോലുള്ള കോട്ടയത്താണെങ്കിലൊക്കെ MLA-മാരുടെ അല്ലെങ്കിൽ അവരുടെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം കുറയുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊരു ഇംബാലൻസ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ പ്രതിപക്ഷം ആരോപിക്കുന്നത് എന്താണ്? പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വിരുദ്ധമാണ്. പക്ഷേ നമുക്ക് നോക്കൂ, 42 പേരാണ് അവിഭക്ത ആന്ധ്രയിലുണ്ടായിരുന്നത്. അതായത് 25 പേർ തെലങ്കാനയിലും 17 പേർ ആന്ധ്രയിലും, 28 സീറ്റാണ് കർണാടകത്തിലുണ്ടായിരുന്നത്, 20 സീറ്റാണ് കേരളത്തിലുള്ളത്. അപ്പം അതിനെ ബാധിക്കാത്ത, അതായത് 24% വരും, അതിനെ ബാധിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ 850 അംഗങ്ങൾ എന്നുള്ള രീതിയിലേക്ക് പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം, ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം നിജപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു ഭരണഘടനാ ഭേദഗതി എതിർക്കുകയാണെങ്കിൽ, അതായത് സ്ത്രീ സംവരണത്തെ ബില്ലിനെ എതിർക്കുകയാണെങ്കിൽ അത് പാർലമെൻറ്റിൽ പാസ്സാകാതെ തള്ളിപ്പോകും. കാരണം ഭരണഘടനാ ഭേദഗതി വേണമെങ്കിൽ 2 പാർലമെൻറ്റുകളുടെ, രാജ്യസഭയുടെയും ലോക്സഭയുടെയൊക്കെ 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. പലപ്പോഴും രാജ്യസഭ പാസ്സായി, ലോക്സഭ പാസ്സായില്ല, ലോക്സഭ പാസ്സായി, രാജ്യസഭ പാസ്സായില്ല, ഇങ്ങനെയുള്ള രീതിയിലേക്ക് നീണ്ടു പോവുകയാണ് ഈ ബില്ല് ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ ബില്ല് തള്ളപ്പെടുകയാണെങ്കിൽ സ്ത്രീ സംവരണം നിലയ്ക്കും. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് വീണ്ടും നിലവിലുള്ള ലോക്സഭയുടെ അടിസ്ഥാനത്തിൽ തന്നെ സംവരണം നടത്താൻ കഴിയും. അതായത് നിലവിലുള്ള 543 ലോക്സഭാ അംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ സംവരണം നടത്താൻ കഴിയും. അങ്ങനെ വരുന്ന സമയത്ത് പല നേതാക്കന്മാർക്കും അല്ലെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ കുത്തക സീറ്റുകളൊക്കെ നഷ്ടപ്പെടും.
ഇനി ചിലപ്പോൾ അവർ ഉപയോഗിക്കാൻ പോകുന്ന തന്ത്രം അവരുടെ ഭാര്യമാരെ തന്നെ അവിടെ മത്സരിപ്പിക്കുമെന്നുള്ളതായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗിനെ പോലത്തെ പാർട്ടികൾക്ക് വലിയ തിരിച്ചടിയാണ് ചിലപ്പം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് ലോകത്തെമ്പാടും സ്ത്രീകൾക്ക് കിട്ടുന്നത് പോലുള്ളൊരു പ്രാതിനിധ്യം 33% പ്രാതിനിധ്യം വേണമെന്നുള്ളത് വലിയൊരു ആവശ്യമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഏതാണ്ട് 14 ദശലക്ഷത്തോളം പഞ്ചായത്ത് അംഗങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സംവരണം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം സ്ത്രീകൾക്ക് ഇനി പാർലമെന്റിലും സ്ത്രീകളുടെ ഒരു സംവരണം സ്ത്രീ ശാക്തീകരണത്തിന് നാളുകളാണ്. മുമ്പ് ഉണ്ടായിരുന്ന സാമൂഹ്യ ചുറ്റുപാടുകളൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പോൾ സ്ത്രീകൾ ഇന്ന് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കയറുകയാണ്. അതുകൊണ്ട് ആ സ്ത്രീ സംവരണം നടപ്പിലാക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ സർക്കാരിൻ്റെ സാമൂഹ്യമായ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ആ ബാധ്യത നിറവേറ്റാൻ സർക്കാരിനെ സഹായിക്കുകയാണ് പ്രതിപക്ഷങ്ങൾ വേണ്ടത്. മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സ്ത്രീ സംവരണ ബില്ലിനെ അട്ടിമറിക്കാതിരിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ജനസംഖ്യാ നിയന്ത്രണത്തിൽ പ്രമുഖമായ പങ്ക് വഹിച്ചു, അല്ലെങ്കിൽ അത് ശിരസാ വഹിച്ചത് കൊണ്ട് മാത്രം സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയാൻ പാടില്ല എന്നുള്ള തത്വത്തോടെ എല്ലാവരും യോജിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള സമവായ ചർച്ചകളൊക്കെ നടത്തിയ ശേഷം പാർലമെൻറ്റിൽ ഈ സ്ത്രീ സംവരണ ബിൽ പാസ്സാക്കാൻ പ്രതിപക്ഷങ്ങൾ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്.